ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ കണ്ടിട്ട് ഒരു സാധനം അന്വേഷിച്ച് വന്നതാണ് ഞാനിന്ന്. അപ്പോൾ ഇതാണ് ഞാൻ അന്വേഷിച്ച് വന്ന ആ ഒരു ഐറ്റം. ഇതൊരു പ്രോസസ്ഡ് ഫിഷാണ്. അപ്പോൾ ഇവിടെ ലിഡിലിൽ ഈ ഒരു റേറ്റൊക്കെ ഇതിന് വരുന്നുണ്ട്. ഇത് പല ടൈപ്പിൽ ഇവിടെ കിട്ടുന്നുണ്ട്, ടൊമാറ്റോ ബേസും ഓയിൽ ബേസും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനെടുത്തത് ടൊമാറ്റോ ബേസാണ്. ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു പകുതി കഷ്ണം സവാള, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു ചെറിയ വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ച് ചേർക്കാം. പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അതേപോലെ സ്റ്റോർ ചെയ്യേണ്ട ടെമ്പറേച്ചറും അങ്ങനെ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള ഈ ഒരു രീതിയിൽ വഴറ്റി വരുമ്പം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയം നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനതിനായിട്ട് 1/2 കപ്പ് വെള്ളത്തിൽ ഒരു കഷ്ണം പുളി ഇട്ട് അത് നന്നായിട്ട് കുതിർന്നു വന്നതിന് ശേഷം ആ വെള്ളത്തോട് കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഫിഷിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ മീനുള്ളത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ്, അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് സമയത്ത് ഇളക്കി ഉടഞ്ഞു പോകാതെ നോക്കണം. പിന്നെ ഇത് ഓൾറെഡി കുക്ക് ചെയ്ത ഫിഷ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വേവിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു ഫിഷ് ലവർ ആണെങ്കിൽ എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. നമ്മൾ ഫ്രഷ് ഫിഷൊക്കെ വെക്കില്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും സംഭവം അടിപൊളിയാണ്.